നിനക്ക് വയറ് കാണണം. വഴിയുണ്ട്. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഹെബന്റെ വയറുകാണൽ പ്രമാണിച്ച് സിമ്പിൾ ഡ്രസ്സ് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവോക്ക് എനിക്ക് സ്പെഷ്യലി ഡിസൈൻ ചെയ്ത് തന്ന സ്യൂട്ടാണിത്. ചേട്ടാ സത്യം പറ, എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടീവ് ലുക്കില്ലേ? ഞാൻ അവിടെ ചെന്ന് കയറിയപ്പോ എല്ലാ കഴിവേറികളും നേരത്തെ എത്തിയിരുന്നു. ഐ മീൻ എന്റെ ഓവർ ടാലന്റഡ് ഫ്രണ്ട്സ്. തിരുമംഗലം ചന്ദ്രശേഖരൻ, തിരുമംഗലം നീലകണ്ഠൻ, തിരുമംഗലം കൊച്ചുകേശവൻ, മണിശ്ശേരി കർണൻ, ഗ്രാങ്ങാട് ശേഖരൻ, മണിശ്ശേരി അർജുനൻ, പൊന്നുമടത്തിൽ ലക്ഷ്മിക്കുട്ടി. ഹെബന്റെ വയറ് കാണാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. യമുന ഇറങ്ങി. യമുന ഇറങ്ങി. യമുന ഇറങ്ങി. യമുന ഇറങ്ങി. യമുന ഇറങ്ങി. ആ എന്നാ വെക്കട്ടെ. നോക്കിക്കോളൂ, പോയിക്കോളൂ. ഓ സന്തോഷമായി. അതല്ല, പിന്നെ പാട്ടായി, ഫുഡായി, ഡാൻസായി. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആവശ്യശബ്ദം കേട്ടത്. ആരായിരിക്കും ആ ഒരാൾ? ഇനി നന്ദേട്ടനായിരിക്കുമോ? കൃഷ്ണേട്ടനാവോ? ഗോപേട്ടനാണോ? അത് വിട്, ഹെബന്റെ പള്ളാണ്ടാ തോന്നുന്നു നാളെ തന്നെ പേർന്ന്. രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാതിരുന്നുണ്ടാക്കിയത്.